എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, രോഗങ്ങൾ ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവവചനം നമ്മോട് അനുഗ്രഹമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാവിയെ കണക്കാക്കുമ്പോൾ ഈ രോഗം നാം എന്തിനു സഹിക്കണം, കഷ്ടം നാം എന്തിനു സഹിക്കണമെന്ന് പല ആളുകൾക്കും ആശയക്കുഴപ്പമുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത് ദൈവിക ശിക്ഷയായിട്ടാണ് രോഗം അല്ലെങ്കിൽ കഷ്ടങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്ന് ധാരാളം ആളുകൾക്ക് ചിന്തയുണ്ട്. അത് ഒരു പരിധിവരെ അത് അങ്ങനെയല്ല എന്ന് തിരുവചനം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് ഇടയാകും. ഭൗമിക ന്യായവിധി, അതായത് ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യത്തിൽ അവനുള്ള ശിക്ഷ ചിലപ്പോൾ അതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആ നിലയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 53-ാം അധ്യായം യെശയ്യാവ് 53-ൽ പറയുന്നത് പോലെ തന്നെ അവൻ നമ്മളുടെ സകല രോഗങ്ങളെയും വഹിച്ചു എന്ന് പറയുന്ന ആ ക്രൂശിലെ സത്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഭവമാക്കി മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. ഈ ഭൗമിക ന്യായവിധി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ അനുസരണക്കേട് കൊണ്ടോ ദൈവത്തിനെ അനുസരിക്കാതിരിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റ് ദോഷങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് ചിലപ്പോൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. അത് തിരുവചന ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വാസ്തവമായിട്ട് നമുക്ക് രോഗമില്ല, കഷ്ടമില്ല എന്നുള്ള ആ ഒരു വലിയ ആത്മീയ സന്തോഷത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. കൽവരിയിലെ ചിന്തിയ ആ രക്തം കൊണ്ടും അർപ്പിക്കപ്പെട്ട യാഗം കൊണ്ടും നമ്മുടെ സകല പാപങ്ങളും രോഗങ്ങളും മാറി എന്ന തിരുവചനം നമ്മൾ പഠിക്കുന്നു. അവൻ നമ്മളുടെ സകല രോഗങ്ങളെയും വഹിച്ചു എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് മാനവരാശി രോഗികളായി തീർന്നു എന്ന് നമുക്ക് ചോദ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് നമ്മുടേതായിട്ടുള്ള ബലഹീനതകൾ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടേതായിട്ടുള്ള പോരായ്മകളൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ കാണുന്നത് അത് ഇയ്യോബ് ഒരു പരീക്ഷണത്തിന് അതല്ല എന്ന് വരിക ദൈവവും സാത്താനുമായിട്ടുള്ള ഒരു വാഗ്വാദത്തിൽ ഇയ്യോബ് അവിടെ കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അത് ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ ഇയ്യോബിൻ്റെ വിശ്വസ്തതയെ നിർണയിക്കുവാൻ ഇയ്യോബിന് കഷ്ടം വരുത്തണമെന്നുള്ളത് അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവശ്യമായിരുന്നു. അങ്ങനെ ഇയ്യോബ് കഷ്ടതയിലേക്ക് കടന്നുപോയി. അല്ലാതെ സാത്താനല്ല അവിടെ ഇയ്യോബിന് രോഗം വരുത്തുന്നത്, പക്ഷേ സാത്താനെ അനുവദിച്ചു. അപ്പോൾ ചിലപ്പോൾ ദൈവം ഇങ്ങനെ സാത്താനെയൊക്കെ നമ്മുടെ വിശ്വാസത്തിനെ പരിശോധിക്കുവാനും അങ്ങനെയൊക്കെ ആയിട്ട് ചിലപ്പോൾ രോഗങ്ങൾ വരുത്തും. അത് നാം രോഗികളായി തീർന്നത് മറ്റ് നമ്മളുടെ ദോഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ അല്ല. അപ്പോൾ സാത്താനെ ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ രോഗമായി തീരുവാനായിട്ട് ഇടയാകുന്നത് എന്ന് ഇയ്യോബിൻ്റെ ആ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇയ്യോബിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ, ആ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാകുവാനായിട്ട് ഇടയാകുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവികമായ പ്രമാണം ലംഘിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് അനുഗ്രഹങ്ങളാണ്, ദൈവവചനം അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹവും രണ്ടാമത്തെ ഭാഗത്ത് അനുസരിക്കാതിരിക്കുന്നവർക്കുള്ള ആ ശാപവും അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗവും കഷ്ടതയും ഒക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവിക പ്രമാണങ്ങൾ, ദൈവകൽപ്പന, ദൈവവചനം അനുസരിക്കാതിരിക്കുന്നത് കൊണ്ട് രോഗികളാകുവാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു കുരുടനായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇവൻ രോഗിയായി തീർന്നു, ഇവൻ ഇങ്ങനെ ആയി തീർന്നത് ആരുടെ കുറ്റമാണ് എന്ന് ചോദിക്കുവാൻ, ബാല്യത്തിലെ തന്നെ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ തന്നെ അവന് കുരുടനാണ്. അപ്പോൾ അവനെ കൊണ്ടുവന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ യേശു അവരോട് പറയുന്നത് ഇത് ഇവൻ്റെ കുറ്റമോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ കുറ്റമോ അല്ല, മറിച്ച്
ഇവനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാകുന്നു. അപ്പോൾ ദൈവപ്രവൃത്തി ഒരു വ്യക്തിയിൽ വെളിപ്പെടുവാനായിട്ട് അവിടെ രോഗിയായിത്തീരുന്ന സന്ദർഭങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും കഴിയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് പൗലോസ് അപ്പോസ്തലന്റെ മുതുകത്ത് സാത്താൻ്റെ ഒരു ശൂലം കൊടുത്തു എന്ന് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നു. അപ്പം നിഗളിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ശൂലം, സാത്താൻ്റെ ഒരു ശൂലമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പൗലോസ് അപ്പോസ്തലന് കൊടുത്തു എന്നാണ് അവിടെ നമുക്ക്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ശരീരത്തിലുണ്ടായിരുന്ന രോഗം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അത് ഏതുമാകട്ടെ, ആ രോഗത്തിൻ്റെ അടിസ്ഥാനം പൗലോസ് അപ്പോസ്തലന് ദൈവസന്നിധിയിൽ നിഗളിച്ചു പോകാതെ അവൻ കൃപയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ദൈവം ഒരു ശൂലം കൊടുത്തു, സാത്താൻ്റെ ഒരു ശൂലം അവൻ്റെ മേലെ അനുവദിച്ചു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ സാത്താനെയൊക്കെ അനുവദിക്കുന്നുവെങ്കിലും ദൈവത്തിനാണ് അതിൻ്റെ പരമാധികാരം. അത് അനുവദിച്ചിട്ട് മാത്രമാണ് അത് സാത്താന് ചെയ്യുവാൻ, ഒരു ദൈവ പൈതലിൽ കഷ്ടങ്ങൾ വരുത്തുവാനായിട്ട് കഴിയുന്നത് എന്ന് സാത്താനോടുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ നമ്മളെ ദൈവം കൈവിട്ടിട്ടല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കർത്തൃമേശ നിമിത്തം നമുക്ക് ചിലർ രോഗികളാകുമെന്ന് തന്നെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ അയോഗ്യമായിട്ട് ഈ കർത്തൃമേശയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ രോഗികളായി തീരുവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം നമ്മൾ കർത്തൃമേശയിൽ ഒരുക്കമുള്ളവരായി സമർപ്പിക്കപ്പെട്ടവരായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് രോഗം ഒന്നുമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് തരുന്നതല്ല, മറിച്ച് നമ്മളിലെ ബലഹീനതകളാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പാപനിമിത്തം രോഗമുണ്ടാകുമെന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 9:2 കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവൻ സൗഖ്യമാക്കുമ്പോൾ അത് മകനെ നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാകുന്നത് പാപമാണ് രോഗത്തിൻ്റെ ഒരടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പാപം ചെയ്യുമ്പോൾ അത് നിരന്തരമായ പാപം, ആവർത്തിച്ചുള്ള പാപം, അത് ചെയ്യുമ്പോൾ രോഗത്തിൻ്റെ ഒരു കാരണമായിട്ട് തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹൃദയകാഠിന്യം കൊണ്ട് രോഗികളാകും, അല്ലെങ്കിൽ സൗഖ്യം പ്രാപിപ്പാൻ കഴിയത്തില്ല എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയാണ് വായിക്കുന്നത്. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം തടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കാരണം എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ മത്തായിയുടെയും മർക്കോസിൻ്റെ ഒക്കെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും രോഗത്തിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൻ്റെ കാഠിന്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ശാപം, അത് നമുക്കറിയാം. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 5:27 വായിക്കുമ്പോൾ അവിടെ ശാപം ഒരു രോഗകാരണമായി അവിടെ കാണുവാനായിട്ട്, അനാവശ്യമായിട്ടുള്ള ശാപമല്ല, കാര്യകാരണത്താലുള്ള ആരുടെയെങ്കിലും ദോഷങ്ങൾ ഏറ്റുവാങ്ങിയാൽ അത് ഒരു രോഗകാരണമാകുമെന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വിമർശനം എന്താണ്, അത് രോഗത്തിന് കാരണമാകും എന്ന് നമുക്ക് അവിടെയും കാണുവാനായിട്ട് കഴിയുന്നത് സംഖ്യാപുസ്തകത്തിൻ്റെ അധ്യായത്തിലാണ് കാണുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നീതിമാനെ വിമർശിക്കുമ്പോൾ അത് നമുക്ക് രോഗകാരണമാകുമെന്ന് മോശയുടെ പാഠത്തിൽ നമുക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് കഴിയും. അതായത് അഹ്റോനും മിരിയാമും ഒക്കെ മോശയ്ക്കെതിരായിട്ട് ഇയാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ അവന് മാത്രമേ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നുള്ളൂ എന്ന് ചോദിച്ച്, ഞങ്ങൾക്കും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകത്തില്ല എന്ന് ചോദിച്ച് മോശയ്ക്കെതിരെ പിറുപിറുത്തു. ദൈവം അവരെ കൂട്ടി വരുത്തുന്നു. അവർ
കുഷ്ഠരോഗി അവർക്ക് രോഗികളായിട്ട് തീരുന്നു. മോശ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ വിമർശനം, ഈ നീതിമാനെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് രോഗത്തിൻ്റെ ഒരു കാരണമാകുന്നു എന്ന് തിരുവചനം നമുക്ക് ഒരു സൂചന തരുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദിയില്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ എന്മനമേ ഹോവാഴ്ത്ത എൻ്റെ സർവാന്തരംഗം എൻ്റെ വിശ്രാമം, ആ വാക്യത്തിൻ്റെ നോട് ചേർത്ത് നമ്മൾ വായിക്കുന്നതാണ്. അത് അവിടെ നമ്മൾ കാണുന്നത് അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവ. അപ്പോൾ സൗഖ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് ഏത് കാര്യത്തിലും, രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചതിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും നാം നന്ദിയുള്ളവരായി, ഒരു ചെറിയ കാര്യത്തിന് പോലും നാം ദൈവത്തിൻ്റെ മുമ്പാകെ നന്ദിയുള്ളവരായിട്ട് നാം പോകുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് വരാനായിട്ടുള്ള ദോഷങ്ങളെയൊക്കെ കഷ്ടങ്ങളെയൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുമെന്നുള്ളത് ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ രോഗത്തിൻ്റെ പല സൂചനകളും നമ്മൾ കണ്ടു. ഇതൊന്നും ദൈവം നമുക്കായിട്ട് തരുന്നതല്ല, മറിച്ച് നമ്മുടെ ക്രമക്കേട് കൊണ്ട് നമ്മളിൽ വന്നു ഭവിക്കുന്നതാണ്. അപ്പോൾ അത് തിരുത്താനുള്ളത് തിരുത്തിയാൽ നാം സൗഖ്യമാകും, വിടുതൽ പ്രാപിക്കുമെന്ന് നിശ്ചയമായും ദൈവത്തിൻ്റെ വചനം നമുക്ക് സാക്ഷ്യമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. അത് ഒരു വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയായിട്ടാണ് ദൈവം നമ്മളെ ആ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഭൗമിക ന്യായവിധി എന്ന് പറയുന്നത് ആ ഒരു നിലയിലെ രോഗവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത്, നാം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഒരു വളർച്ച പ്രാപിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ തന്നെയാകുവാൻ അത് നമുക്ക് പാഠം പഠിപ്പിച്ച് തരുന്നു എന്ന് അത് നമുക്ക് എബ്രായ ലേഖനത്തിൽ അതിന് കൃത്യമായ ഒരു വചനം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. അത് ഞാനൊന്ന് വായിക്കാം. അത് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പം യേശുവിനെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് പറയുമ്പോൾ അവിടെ ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് കഷ്ടമനുഭവിച്ച് രക്ഷയുടെ ഒരു മാർഗം നമുക്ക് തെളിച്ചു തരുവാൻ തികഞ്ഞവനായി തീർന്നു എന്ന് ആ എബ്രായ ലേഖനത്തിലെ ആ വാക്യം നമ്മളോട് പറയുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് കഷ്ടമനുഭവിച്ചിട്ട് തികഞ്ഞവനായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മെയും തികഞ്ഞവരാക്കി തീർക്കുവാൻ കഷ്ടമനുഭവിക്കുന്നത് യോഗ്യമാണ്, അല്ലെങ്കിൽ രോഗം അനുഭവിക്കുന്നത് യോഗ്യമാണ്. നമുക്ക് ചില തികവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാൻ, നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട്. അപ്പോൾ നമുക്കൊരു പ്രത്യാശ വർദ്ധിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു തികവിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് അത് നമുക്ക് ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അത് നമുക്ക് തിരസ്കരിക്കേണ്ടതില്ല, അത് ഒരു ദൈവശാപമായിട്ട് കണക്കാക്കേണ്ടതില്ല. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ലേഖനത്തിൽ വായിക്കുമ്പോൾ അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുണ്ട്, ഏതുള്ളൂ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അപ്പൻ ശിക്ഷിക്കാത്ത, അപ്പോൾ നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയ നമ്മളെ ഒന്ന് നിയന്ത്രണത്തിൽ നിർത്തുവാൻ, നമ്മളെ ചില ബാലപാഠങ്ങൾ പഠിപ്പിച്ച് ബാലശിക്ഷകൾ നൽകി നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ദൈവത്തിൽ നിന്ന് നമുക്കൊരു ശിക്ഷയായിട്ട് നമ്മുടെ മേലുള്ള കഷ്ടങ്ങളോ രോഗങ്ങളോ ഒന്നും നാം മനസ്സിലാകാതെ അങ്ങനെ വിലയിരുത്തരുത് എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരു അടയാളമാണ് ഈ കഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ആ കാലത്ത് മഹാവ്യാധികൾ നമ്മൾ
മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അന്ത്യകാലത്തിനെക്കുറിച്ച് കർത്താവ് പറയുന്ന ആ ഭാഗത്ത് ആ കാലത്ത് മഹാവ്യാധികളും, യുദ്ധങ്ങളും ക്ഷാമങ്ങളും മഹാവ്യാധികളും ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം പലപ്പോഴും അത് ലോകത്തിൻ്റെ ഒരു നിലയിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ തന്നെയും അതിൽ ദൈവമക്കളും അതിനകത്ത് മാറ്റി നിർത്തിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു വ്യാധി വന്നു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ വരവ് ഏകദേശമൊക്കെ അടുത്തടുത്ത് വരുന്നതിൻ്റെ ഒരു കാര്യമാണ് എന്ന് നമുക്കത് അവിടെയും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം മഹാവ്യാധി അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ആ മഹാവ്യാധിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒക്കെ നമുക്ക് നമ്മുടെ ആത്മാവിൽ നമുക്ക് ബലപ്പെട്ട് ക്രിസ്തുവിനോട് കൂടുതൽ ഒരു ബന്ധത്തിൽ പോകുവാൻ നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മളെ സഹായിക്കട്ടെ. അത് 3 കാര്യങ്ങൾ അത് മനസ്സിലോർക്കണം. ഭൗമിക ന്യായവിധി, അതിന് ദൈവം ഉത്തരവാദിയല്ല. നമ്മുടെ തന്നെ ജീവിതത്തിലെ പോരായ്മകളും കുറവശങ്ങളും കൊണ്ട് നമുക്കത് ജീവിതത്തിൽ വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിനോട് നമ്മൾ അനുരൂപപ്പെട്ടു പോകുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കഷ്ടം അനുഭവിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട്. കാരണം തികഞ്ഞവരാകുവാൻ കഷ്ടതയിൽ കൂടി നാം കടക്കേണ്ടത് ആവശ്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ വരവ് അത് നമ്മുടെ അടുത്തായിരിക്കുന്നു എന്ന് ഓരോ ഭക്തനും ചിന്തിപ്പാനായിട്ട് ഇടയാകണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കഷ്ടത നമ്മളെ പ്രത്യാശയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.